ായിട്ട് ഞങ്ങൾ കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. കർത്താവേ, സ്തോത്രം. വചനം പഠിപ്പിക്കുവാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനം താബോർ ബൈബിൾ കോളേജിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ വചനം പഠിപ്പിക്കുന്ന എല്ലാ കർത്താവിന്റെ ഭൃത്യന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പഠിക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം, കർത്താവിന് വേണ്ടി അടിയങ്ങൾ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, അനേകരുടെ മുന്നിൽ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കേൾക്കുന്ന വചനം അതിശ്രദ്ധയോടെ കേൾക്കുവാനും, കർത്താവെ ഹല്ലേലൂയ, അടിയങ്ങളുടെ ഉള്ള കുറവുകളെ മനസ്സിലാക്കി അതിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച് ഓരോ ദിവസവും കർത്താവിന് വേണ്ടി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. സാബു സാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ പഠിക്കുന്ന വചനം ഒരു ലേഖനത്തിൽ നിന്നും അടിയങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അത് വാസ്തവമായി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ വഴിത്തിരിവായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. പഠിപ്പിക്കുവാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണം. കർത്താവിന്റെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഏറിയ സഹായം അടിയങ്ങളുടെ മേൽ പകരണം. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ആരൊക്കെ വന്നു ചേരുവാനുണ്ടോ അവരെല്ലാം എത്രയും വേഗം തടസ്സങ്ങൾ കൂടാതെ കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവ മഹത്വം എല്ലാം എൻ്റെ കർത്താവ് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സാറേ, ഒന്നും കേൾക്കുന്നില്ല. മ്യൂട്ടാന്ന് തോന്നുന്നു സാറിന്. സാറേ, കേൾക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയും കേൾക്കില്ലായിരുന്നോ ബ്രദറെ? ഇല്ല, പ്രാർത്ഥന കേട്ടോ, പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥന കേട്ടു. കേൾക്കാവല്ലോ, ഇപ്പൊ കേൾക്കാവല്ലോ. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഞാന് കേറാൻ താമസിച്ചപ്പോ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തുകൊള്ളാൻ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പം ജെസ്സി അത് സ്റ്റാർട്ട് ചെയ്തു. വന്ന് ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് അപ്പോഴും മൊബൈലിൽ തന്നെയായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ജോയിൻ ചെയ്തത് കിടന്നത്. അതുകൊണ്ടാണ് ഇത് മ്യൂട്ടായിരുന്നത്. ഇപ്പോൾ ഇത് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് കൊരിന്ത്യയിലുള്ള ദൈവജനം അവരുടെ സംശയം അത് സംബന്ധിച്ച് പൗലോസ് മറുപടി നൽകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നിരുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 15-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി പൗലോസ് അത് പഠിപ്പിച്ചു. പുനരുത്ഥാനത്തിന്റെ ക്രമം സംബന്ധിച്ച് അദ്ദേഹം വിവരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രമം വിവരിക്കുന്നു. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം അത് സംബന്ധിച്ച് നമ്മൾ പഠിച്ചു. പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന ചിലർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്തു വരുന്ന അനുഷ്ഠാനങ്ങൾ, മരിച്ചവർക്ക് വേണ്ടി നിങ്ങളിൽ ചിലർ സ്നാനമേൽക്കുന്നു, ആ അനുഷ്ഠാനങ്ങൾ വെളിപ്പെടുത്തുന്നത് മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ട് എന്നാകുന്നുവല്ലോ. മറ്റൊന്ന്, അപ്പോസ്തലന്മാർ, ശുശ്രൂഷകന്മാരായ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ത്യാഗം അല്ലെങ്കിൽ കഷ്ടങ്ങൾ ഇത്രയും സഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നത് ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസ നിമിത്തമാണ്. അങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഒടുവിലായിട്ട് ഈ കാര്യങ്ങൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഒടുവിലായിട്ട് വിശുദ്ധന്മാർക്ക് ലഭിക്കാനുള്ള പുനരുദ്ധാന ശരീരം സംബന്ധിച്ച്, വിശുദ്ധന്മാർക്ക് ലഭിക്കാനുള്ള പുനരുദ്ധാന ശരീരം സംഭവിച്ച് 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 58 വരെയുള്ള വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഭാഗമാണ്. നമ്മൾ നമ്മുടെ ഫ്യൂണറൽ സർവീസിലൊക്കെ വായിക്കാറുള്ള വചനഭാഗങ്ങളാണ്. പുനരുദ്ധാന ശരീരം എപ്രകാരമായിരിക്കും എന്നത് സംബന്ധിച്ച് ചില സാദൃശ്യങ്ങൾ
ചില ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് 36 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ, ആ വാക്യങ്ങളിൽ വിത്തുകളിൽ നിന്ന് സസ്യം ഉളവാകുന്നത് പോലെ നമ്മുടെ ഈ ശരീരം നശിച്ച ശേഷം മറ്റൊരു ശരീരം, ഏറെ മികച്ച മറ്റൊരു ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ളത് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. വായിച്ചാട്ടെ 36 മുതൽ 38 വരെയുള്ള വചനഭാഗം. ഒരാൾ വായിച്ചാട്ടെ 36, 37. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. നോക്കൂ, 36 വാക്യത്തിൽ അദ്ദേഹം പറയുക, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. മൂഢ എന്ന് പറയുവാൻ ഓ ആഫ്രോൺ എന്ന ഗ്രീക്ക് പദം. യു ഫൂളിഷ് പേഴ്സൺ, ഓ ഫൂൾ. ഇത് വിതയ്ക്കുന്നത് ജീവിതത്തിന് ഒരു പുനരുദ്ധാന ശരീരം ഉണ്ടാകേണ്ടതിന് ഇപ്പോഴുള്ള ശരീരത്തിന്റെ നാശം അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണത്തിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം സംശയാസ്പദമായ വീക്ഷണം വെച്ചു പുലർത്തുന്ന വ്യക്തിയെയാണ് പൗലോസ് മൂഢ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ പൗലോസ് ഒരു വിത്ത് നടുന്നതിന്റെ ഉപമ ഉപയോഗിച്ചിരിക്കുകയാണ്. വിത്ത് നടുന്നതിന്റെ ഉപമ. ഒരു വിത്ത് നിലത്ത് നടുമ്പോൾ ഒരു പുതിയ ചെടി മുളച്ചു വളരുവാനായിട്ട് അതിന്റെ പഴയ രൂപം നഷ്ടപ്പെട്ട് ആ വിത്ത് മരിക്കണം. പഴയ വിത്ത് അതേപടി നിലനിൽക്കുന്നില്ല. അത് പൂർണ്ണമായും പുതിയതും വ്യത്യസ്തവുമായ മറ്റൊന്ന് രൂപപ്പെടേണ്ടതിന് അത് ദ്രവിച്ച് വഴിമാറുകയാണ്. 37 വാക്യത്തിൽ പറയുന്നു, വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കേവലം ഗോതമ്പിന്റെയോ മറ്റ് ധാന്യത്തിന്റെയോ മണിയത്രേ. നാം നടുന്ന വിത്ത് പിന്നീട് ഉണ്ടാകുവാനുള്ള ഒരു ചെടിയുടെ രൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് പൗലോസ് പറയുന്നു. വിത്ത് അഥവാ കേവലം ഒരു മണി, അത് പൂർണ്ണമായി വളർന്ന ഒരു ചെടിയുടെ സങ്കീർണമായ ഘടനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിത്ത് വളരെ ലളിതവും വികാസം പ്രാപിക്കാത്തതുമായ ഒരു രൂപമാണ്. ഗോതമ്പിന്റെയോ മറ്റ് ധാന്യങ്ങളുടെയോ ഉദാഹരണം അദ്ദേഹം പറയുകയാണ്. വിത്തിന് ഇലകളോ തണ്ടോ ഫലമോ ഒന്നും അതിൽ കാണുന്നില്ല. അതാണ് പറഞ്ഞത്, പൂർണ്ണമായി വളർന്ന ചെടിയുടെ സങ്കീർണമായ ഘടന, ഇലകളും തണ്ടുകളും വേരുകള്, ഇലകൾ, തണ്ടുകള്, ഫലങ്ങളൊക്കെ ഉള്ളതാണ് ഒരു സസ്യം. എന്നാൽ ഒരു വിത്തിൽ അതൊന്നും കാണുന്നില്ല. 38 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവം തന്റെ ഇഷ്ടം പോലെ അതിന് ശരീരം കൊടുക്കുന്നു. ഓരോ വിത്തിനും അതിന്റെ ശരീരം തന്നെ. ഇത്ര വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു കൃഷി ജനത്തിന് പരിചിതമായ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നതെന്ന് നോക്കുക. പുനരുദ്ധാന പ്രക്രിയയിൽ ദൈവത്തിന്റെ ആ പരമാധികാര ശക്തിയിലേക്ക് പൗലോസ് ശ്രദ്ധ തിരിക്കുകയാണ്. ദൈവം തന്റെ ഇഷ്ടം പോലെ, ദൈവം തന്റെ പരമാധികാരത്തിൽ തന്റെ ഇഷ്ടം പോലെ ഓരോ വിത്തിനും അതതിന് ശരീരം കൊടുക്കുകയാണ്. വിത്തിൽ നിന്നൊരു ചെടി വളരുന്നത് ദൈവമാണ് അതിനെ വളരുമാറാക്കുന്നത്. പുനരുദ്ധാനം പ്രാപിച്ച വിശ്വാസികൾക്ക്, വിശുദ്ധന്മാർക്ക് ദൈവം തന്റെ ഇഷ്ടത്തിനും ഉദ്ദേശ്യത്തിനും അനുസൃതമായി ഒരു പുതിയ ശരീരം നൽകും.
പുനരുദ്ധാനം പ്രാപിച്ച ശരീരം, പുനരുദ്ധാന ശരീരത്തിന്റെ സ്വഭാവം ലൗകിക ശരീരത്തിന്റെ പരിമിതികളാൽ നിർണയിക്കപ്പെടുന്നില്ല, മറിച്ച് ദൈവഹിതത്തിലാണ്. ദൈവം തന്റെ ഇഷ്ടം പോലെ, ദൈവഹിതമാണ് പുനരുദ്ധാന ശരീരത്തിന്റെ സ്വഭാവത്തിൽ വെളിപ്പെടുത്തുന്നത്. ദൈവം തന്റെ ഇഷ്ടം പോലെ നൽകുകയാണ്. ഓരോ വിത്തിനും, ഓരോ തരം വിത്തിനും അതതിൻ്റെതായ വ്യത്യസ്തമായ ശരീരം നൽകുന്നതിലൂടെ വിതച്ചതും ഉയർത്തെഴുന്നേറ്റതും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിലും അത് ലളിതമായ ഒരു പകർപ്പല്ലെന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. ഓരോ വിത്തിനും അതിൻ്റെതായ തനതായ സ്വഭാവമുള്ള വ്യത്യസ്ത തരം ചെടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. അതുപോലെ പുനരുദ്ധാന ശരീരം പുതിയതും നിത്യമായതുമായ, അസ്തിത്വത്തിന് അനുയോജ്യമായതും വ്യത്യസ്തമായതുമായിരിക്കും. എന്നിരുന്നാലും മരിച്ച വ്യക്തിയുമായിട്ട് അതിനൊരു ബന്ധമുണ്ടായിരിക്കും. ചുരുക്കത്തിൽ പൗലോസിന്റെ വാദം ഇതാണ്. ഒരു വിത്തും ചെടിയും തമ്മിലുള്ള ഉപമയിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത് പുനരുദ്ധാനത്തിന് മരണം ഒരു അനിവാര്യമായ മുന്നോടിയാണ്. ഒരു പുതിയ ചെടി ഉണ്ടാകാൻ ഒരു വിത്ത് മരിക്കേണ്ടതുപോലെ നമ്മുടെ ലൗകിക ശരീരങ്ങൾ, പുനരുദ്ധാനം പ്രാപിച്ച ശരീരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് മരിക്കണം. പുനരുദ്ധാനം പ്രാപിച്ച ശരീരം ലൗകിക ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ലൗകിക അസ്തിത്വത്തിന്റെ ലളിതമായ മണി അല്ലെങ്കിൽ വിത്ത് പുനരുദ്ധാനത്തിൽ മഹത്വകരവും രൂപാന്തരപ്പെട്ടതുമായ ഒരു ശരീരത്തിന് കാരണമാകും. ഒരു വിത്ത് സങ്കീർണമായ ഒരു ചെടിയായി തീരുന്നത് പോലെ ദൈവമാണ് പുനരുദ്ധാനത്തിന്റെ പരമാധികാരി. പുനരുദ്ധാനം പ്രാപിച്ച ശരീരത്തിന്റെ രൂപവും സ്വഭാവവും നിർണയിക്കുന്നത് ദൈവഹിതവും ദൈവത്തിന്റെ ശക്തിയുമാണ്. ഒരു വിത്തും ചെടിയും തമ്മിൽ ബന്ധമുള്ളതുപോലെ നമ്മുടെ ലൗകികവും പുനരുദ്ധാനം പ്രാപിച്ചതുമായ സത്വങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കും. എന്നിരുന്നാലും വ്യത്യസ്ത വിത്തുകൾ വ്യത്യസ്ത ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ പുനരുദ്ധാനം പ്രാപിച്ച ശരീരം അതിന്റെ പുതിയതും നിത്യവുമായ അസ്തിത്വത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രത്യേകമായ രൂപകൽപ്പന ചെയ്യപ്പെടും. The resurrected body will be distinctly different from the earthly perishable body. പുനരുദ്ധാന ശരീരം, ഈ ശരീരം പെരിഷബിൾ ആണ്. പുനരുദ്ധാന ശരീരം ഭൗമശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇറ്റ് വിൽ ബി ഇംപെരിഷബിൾ, അക്ഷയമായത് അഥവാ അനശ്വരമായതായിരിക്കും. പൗലോസ് ഇവിടെ താഴ്ത്തു വരുമ്പോൾ പറയുന്നുണ്ട്, അത് മഹത്വമുള്ളത്, ഗ്ലോറിയസ് ബോഡി ആയിരിക്കും. അത് ശക്തിമത്തായത്, പവർഫുൾ ആയിരിക്കും. അത് ഒരു സ്പിരിച്വൽ ബോഡി, ആത്മീയമായതായിരിക്കും. പുനരുദ്ധാനം എന്നത് അസാധ്യമെന്ന് തോന്നുന്ന ആശയം കൂടുതൽ മനസ്സിലാക്കാൻ പൗലോസിന്റെ ഈ വചനഭാഗം നമ്മൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. വിശ്വാസികളുടെ ഭാവി പുനരുദ്ധാനാവസ്ഥ അത് ദൈവം തന്നെ ക്രമീകരിക്കുന്ന മഹത്വകരമായ ഒരു രൂപാന്തരീകരണമായിരിക്കുമെന്ന് ഉറപ്പാക്കുവാൻ പൗലോസി കാർഷിക ഉപമ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ ഒരു ഉപമ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. പുനരുദ്ധാനം ലാസറിനെ ഉയർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ
കൈറോസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെ കേവലം ആ പഴയ ശരീരത്തിന്റെ പുനരുജ്ജീവനമായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, it will be an imperishable body, a powerful, glorious, spiritual body. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ആ ബോഡി ഒരു പെരിഷബിൾ ബോഡി ആയിരുന്നു, നോർമൽ ബോഡി തന്നെയായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ ഇംപെരിഷബിൾ ആയിട്ടുള്ള, ഗ്ലോറിയസ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആത്മീക ശരീരത്തിലാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. നമ്മുടെ പുനരുദ്ധാനം ഓപണ്ണമായിരിക്കും. അതുകൊണ്ട് പുനരുദ്ധാനം കേവലം പഴയ ജീർണിച്ച ശരീരത്തിന്റെ പുനരുജ്ജീവനമായിരിക്കുമെന്ന ആശയത്തെ പൗലോസ് നിരസിക്കുകയാണ്. പരം പുനരുദ്ധാനം നിത്യതയ്ക്ക് അനുയോജ്യമായ ഒരു പുതിയ സൃഷ്ടിയായി പണിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരുന്ന ഒരു സൃഷ്ടിയായിരിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. ഒരു വിത്ത് വിതയ്ക്കപ്പെട്ടാൽ അത് നിലത്ത് വീണ് ചാകുന്നു. എന്നാൽ അവിടെ അവസാനിക്കുകയല്ല, അതിൽ നിന്നൊരു പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്തിന്റെ വിത്താണ് വിതയ്ക്കപ്പെടുന്നത്, അതിന്റെ സസ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ വിത്ത് അതുപോലെ പുറത്തേക്ക് വരികയല്ല, അതിൽ നിന്ന് ഏറെ സങ്കീർണമായ ഒരു ശരീരം പുറത്തേക്ക് വരികയാണ്. വിശുദ്ധന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരം ഇപ്പോഴുള്ള ഭൗമിക ശരീരവുമായി അതിനൊരു ബന്ധമുണ്ടായിരിക്കുമെന്നാൽ ഈ ശരീരം അതുപോലെ പുനഃസംയോജിച്ച് അതുപോലെ പുറത്തു വരികയല്ല. പുനരുദ്ധാനത്തിങ്കൽ ദൈവം നമുക്കൊരു പുതിയ ശരീരം നൽകി തരികയാണ്. രണ്ടാമത്, വിവിധ തരം മാംസം ഉള്ളതുപോലെ പുനരുദ്ധാന ശരീരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുമ്പോൾ 39 വാക്യം എന്ന് വായിച്ച 39 വാക്യം പറയുന്നു, സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ, സ്വർഗീയ ശരീരം. മതി. ഇവിടെ സാർക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഫ്ലഷ് അഥവാ മാംസം എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ ശരീരം എന്ന് പറയുവാൻ സോമ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരം എന്ന് പറയുവാൻ സോമ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂമ, സ്യൂക്കെ, സോമ. ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവ്, സ്യൂക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ, സോമ ശരീരം, ദേഹം, ആത്മാവ്, ദേഹി, ശരീരം. ക്രമം തെറ്റിയോ? ന്യൂമ എന്ന് ഗ്രീക്കിലും റുവ എന്ന് ഹീബ്രുവിലും പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചാണ്. സോമ എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചാണ്. സോമ. സ്യൂക്കെ എന്ന് പറയുന്നത് ജീവൻ. സ്യൂക്കെക്ക് മറ്റൊരർത്ഥമാണ് മൈൻഡ് എന്നുമുണ്ട്. അതുകൊണ്ടാണ് സൈക്കോളജി എന്നുള്ള വാക്ക് അതിൽ നിന്ന് വന്നതാണ്. സ്യൂക്കെ എന്നുള്ള പദം ജീവനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ മുൻ വാക്യങ്ങളിൽ ശരീരം എന്ന് പറയുവാൻ ഉപയോഗിച്ചത് സോമ എന്നുള്ള പദമാണ്. ഇന്ന് 39 വാക്യത്തിൽ മാംസം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് മാംസം എന്ന് പറയുവാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാർക്സ് എന്നുള്ള പദമാണ്. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. എല്ലാ ജീവികളുടെയും ജൈവിക ഘടനയിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ള പ്രത്യക്ഷമായ സത്യം പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ വാക്യം ആരംഭിക്കുന്നത്. മനുഷ്യരുടെ മാംസം, മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ എന്നിവയുടെ മാംസത്തിൽ നിന്ന് മനുഷ്യരുടെ മാംസം വ്യത്യസ്തമാണ്. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. അദ്ദേഹം വിവിധ ജീവിവർഗങ്ങളെ പട്ടികപ്പെടുത്തി ഈ വ്യത്യാസം വിവരിക്കുകയാണ്. മനുഷ്യരുടേത് ആന്ത്രോപോൺ, മനുഷ്യന് ആന്ത്രോപോസ് അല്ലെ ആന്ത്രോപോൺ എന്നാണ് മനുഷ്യരുടെ എന്ന് പറയുവാൻ ഉപയോഗിക്കുന്നത്. മനുഷ്യരുടെ മാംസത്തിന് അതിൻ്റെതായ തനത് സ്വഭാവങ്ങളും ഘടനയുമുണ്ട്. മൃഗങ്ങളുടേത് ടിനോൺ എന്ന ഗ്രീക്ക് പദം, കരയിലെ മൃഗങ്ങളുടെ മാംസം
നമുക്കറിയാം, മൃഗങ്ങൾ തന്നെ ഓരോ മൃഗങ്ങൾക്കും വ്യത്യാസമുണ്ട്. ആടിന്റെ മാംസം വ്യത്യാസമുണ്ട്, കാളയുടെ മാംസം വ്യത്യാസമുണ്ട്, പോത്തിന്റെ മാംസം വ്യത്യാസമുണ്ട്. അതിന്റെയൊക്കെ ഘടനയെ വ്യത്യാസമുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്ന ചില മാംസങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോഴിയുടെ മാംസം വ്യത്യാസമുണ്ട്. അതാണ് പക്ഷികൾ. പക്ഷികളുടേത് ചിനോൻ എന്നുള്ള പാദമാണ് പക്ഷികൾ. പക്ഷികളുടെ ശരീരത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതിന് പറക്കുവാൻ അതിന്റെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ശരീരമാണ് പക്ഷികൾക്കുള്ളത്. മത്സ്യങ്ങളുടേത് ഇക്തിയോൺ അല്ലെങ്കിൽ ഇക്തസ് എന്നുള്ള പദമാണ് മത്സ്യം എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. ജലജീവികളുടെ ശരീരവും വ്യത്യസ്തമാണ്. അവയുടെ ജലജീവിതത്തിന് അനുയോജ്യമായ രീതിയിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വൈവിധ്യം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയുടെ സഹജ സ്വഭാവമാണ്. ദൈവം വ്യത്യസ്ത തരത്തിലുള്ള ഭൗതിക ശരീരങ്ങളെ ഉള്ള വിവിധ ജീവികളെ ഇപ്പോൾ തന്നെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത ജീവരൂപങ്ങൾ സൃഷ്ടിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയും സർഗാത്മകതയും ഇതിൽ കാണപ്പെടുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ, അവയെല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. ആ ജീവജാലങ്ങളിൽ തന്നെ ഒരു വർഗത്തിൽപ്പെടുന്നത് തന്നെ ഒന്നിനോടൊന്ന് വ്യത്യസ്തമായിരിക്കും. ദൈവത്തിന്റെ ആ ശക്തിയും സർഗാത്മകതയും വെളിപ്പെടുന്ന ആ സൃഷ്ടികളെ പറ്റി പൗലോസ് ഓർമ്മിപ്പിക്കുക. പുനരുദ്ധാനം പ്രാപിച്ച ശരീരം വ്യത്യസ്തമായ ഒരു തരം ശരീരമായിരിക്കും. മനുഷ്യരുടെ ശരീരം മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ പുനരുദ്ധാനം പ്രാപിച്ച ശരീരം നമ്മുടെ ഇപ്പോഴത്തെ നശ്വരമായ ലൗകിക ശരീരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശരീരമായിരിക്കും. പുനരുദ്ധാനത്തിൽ അതിന്റെ പുതിയതും നശിക്കാത്തതും മഹത്വകരവുമായ അസ്തിത്വത്തിന് അത് അനുയോജ്യമാകും. പുനരുദ്ധാനം പ്രാപിച്ച ശരീരം അത് വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ വ്യക്തിയുമായി ഒരു ബന്ധം നിലനിൽക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ എന്ന് പറയുന്നത് പോലെ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കും. ശരീരം ജീവനുള്ള വ്യക്തിയെ തിരിച്ചറിയുന്നത് പോലെ പുനരുദ്ധാനം പ്രാപിച്ച ശരീരം പുനരുദ്ധാനം പ്രാപിച്ച വ്യക്തിയെ തിരിച്ചറിയും. അത് രൂപാന്തരപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് മാത്രം. ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ശരീരത്തിൽ നമ്മൾ ജീവനുള്ള വ്യക്തിയെ തിരിച്ചറിയുന്നത് പോലെ, ഈ ഭൗമിക ശരീരത്തിൽ തിരിച്ചറിയുന്നത് പോലെ പുനരുദ്ധാന ശരീരം പ്രാപിച്ച വ്യക്തിയെ രൂപാന്തരപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. വ്യത്യസ്തമായ രൂപം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കേവലം ഭൗമിക ശരീരത്തിന്റെ ലൗകിക ശരീരത്തിന്റെ പുനരുജ്ജീവനമല്ല, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി, അതായത് ഒരു വിത്ത് അതുപോലെ മുളച്ചു വരികയല്ല, ഏറെ സങ്കീർണമായ ഒരു സസ്യമായി അത് വെളിപ്പെട്ട് വരുന്നത് പോലെ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെടിയെ വരുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയായിരിക്കും പുനരുദ്ധാന ശരീരം. എങ്കിലും അതിന് വിത്തുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. സസ്യത്തിന് വിത്തുമായി ബന്ധമുള്ളതുപോലെ ആ ഭൗമിക ശരീരവുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടായിരിക്കും. 39ാമത്തെ വാക്യത്തിൽ മറ്റൊരു ഉപമ, പ്രകൃതിദത്തമായ ഒരു ഉപമയാണ്. പുനരുദ്ധാനം പ്രാപിച്ച ശരീരം നമ്മുടെ വ്യക്തിത്വമായ തുടർച്ചയുള്ളതായിരിക്കും. എന്നാൽ അതിന്റെ സ്വഭാവത്തിൽ സമൂലമായ വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോഴത്തെ സൃഷ്ടിയിലെ ശരീരത്തിന്റെ വൈവിധ്യത്തിൽ കാണുന്നത് പോലെ ദൈവത്തിന്റെ സർഗാത്മക ശക്തിയും രൂപകൽപ്പനയും പുനരുദ്ധാന ശരീരത്തിലും വെളിപ്പെടും. ഈ ഭൂമിയിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും വ്യത്യസ്തമായ മാംസം നൽകുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പുനരുദ്ധാന ശേഷം നമുക്ക് ഇപ്പോഴുള്ളതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ശരീരം നൽകുവാൻ ദൈവത്തിന് കഴിയും.
മറ്റൊന്ന്, മൂന്നാമത് ഭൗമ ശരീരവും സ്വർഗീയ ശരീരവും. 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളും 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങളും. ഇടയ്ക്കുള്ള ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. 45 മുതൽ 49 വരെയുള്ളത് വേറൊരു പോയിന്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 40, 44, 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങളും. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഇനി 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങളോടെ വായിച്ചാട്ട്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. മതി. നോക്കൂ, ഇവിടെ 50-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. സഹോദരന്മാരെ, പൗലോസ് തന്റെ സഹവിശ്വാസികളെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുകയാണ്. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഇവിടെ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭൗതിക ശരീരത്തെ കുറിക്കുകയാണ്. ഈ ശരീരം നശ്വരവും എന്ന് പറഞ്ഞാൽ ഇത് നശിച്ചു പോകുന്നതാണ്, ദ്രവത്വമുള്ളതാണ്, പാപത്തിനും മരണത്തിനും അധീനമായതാണ്. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യം എന്നത് നിത്യമാണ്, അക്ഷയമായ പൂർണ്ണമായ അവസ്ഥയാണ്. അപ്പോൾ പൗലോസ് വ്യക്തമാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലുള്ള ശരീരത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ അതിനെ അവകാശമാക്കുവാനോ സാധ്യമല്ല എന്നാണ്. വലിയൊരു സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാകാം. കർത്താവ് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നത്. അത് ആത്മീകമായ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേ നിലയിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ഇപ്പോൾ തന്നെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ അത് ആത്മീക അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്ഷരീകമായ അർത്ഥത്തിൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എടുക്കുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നിത്യമായതും അക്ഷയമായതും പൂർണ്ണമായമായ അവസ്ഥയായതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലുള്ള ശരീരത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ അതിനെ അവകാശമാക്കുവാനോ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യം ഒരു പുതിയ സൃഷ്ടിയാണ്. അതിന് അനുയോജ്യമായ ഒരു ശരീരം നമുക്ക് ആവശ്യമാണ്. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ദ്രവത്വം എന്നാൽ നശിക്കുന്നതും ജീർണിക്കുന്നതും താൽക്കാലികമായതുമെന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അദ്രവത്വം എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതമായത്. അദ്രവത്വം എന്നാൽ നാശമില്ലാത്തത്, ദ്രവിച്ചു പോകാത്തത്, ജീർണിക്കാത്തത്, നിത്യമായ അവസ്ഥയാണ്. ഇവിടെ ഇപ്പോഴത്തെ ഈ ശരീരം ദ്രവത്വമുള്ളതാണ്. എന്നാൽ ദൈവരാജ്യത്തിലെ ശരീരം, അവിടെ നമ്മൾക്ക് ലഭിക്കുന്ന ആ പുനരുദ്ധാന ശരീരം അത് അദ്രവത്വമുള്ളതായിരിക്കും. അപ്പോൾ ഈ രണ്ട് അവസ്ഥകളും പരസ്പരം ഒരുമിച്ച് ചേർന്ന് പോകുവാൻ കഴിയില്ല. അതുകൊണ്ട് രൂപാന്തരം ഉണ്ടാകണം. ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കണം. 51-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മർമ്മം
ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മുസ്റ്റൂരിയോൺ എന്നുള്ള വാക്കാണ് മർമ്മം എന്ന് പറയുവാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുസ്റ്റൂരിയൻ അഥവാ മർമ്മം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ നിർണയിച്ചിരുന്നതും എന്നാൽ മുൻപ് വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നതുമായ സത്യം. പൗലോസ് പറയുന്നുണ്ട് എഫെസ്യർക്കാരോട് പറയുന്ന കൃപയാൽ ഒരു മർമ്മം എനിക്കറിയാവുന്നു. ഈ മർമ്മം മറഞ്ഞിരിക്കുന്ന മർമ്മമാണ്. എന്നാൽ ആ മുസ്റ്റൂരിയോൺ അഥവാ മർമ്മം എന്ന് പറയുന്നത് ഇതിനാണ് മുസ്റ്റൂരിയോൺ എന്നുള്ള ഇതിൽ നിന്നാണ് മിസ്റ്ററി എന്നുള്ള ഇംഗ്ലീഷ് വാക്കുണ്ടായത്. മുൻപ് വെളിപ്പെടുത്താതിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലർ ധരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ബി പ്ലാൻ അല്ല. പലരും ചിന്തിക്കുന്നത് ദൈവത്തിന്റെ എ പ്ലാൻ ആയിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റ്, ബി പ്ലാൻ ആയിരുന്നു ന്യൂ ടെസ്റ്റ്മെന്റ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒരു ബി പ്ലാൻ ഇല്ല. ദൈവം ഒന്ന് നിശ്ചയിച്ചാൽ അത് നടപ്പിലാക്കുവാൻ പ്രാപ്തിയുണ്ട്. നമുക്ക് ബലഹീനരായ മനുഷ്യരാണ്. നമുക്ക് കാര്യങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണമില്ലാത്തത് കൊണ്ടും സർവശക്തരല്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് എ പ്ലാനും ബി പ്ലാനും സി പ്ലാനും ഒക്കെ ഉള്ളത്. എ പ്ലാൻ ഫെയിലിയർ ആയാൽ ബി പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ഫെയിലിയർ ആയാൽ മറ്റൊരു പ്ലാൻ, സി പ്ലാൻ. എന്നാൽ ദൈവത്തിന് ഒരു ഒറ്റ പ്ലാനേ ഉള്ളൂ. അത് നടപ്പിലാക്കുവാൻ ദൈവം സർവശക്തനാണ്. ദൈവം മുന്നമേ നിർണയിച്ച കാര്യങ്ങൾ എന്നാൽ തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ. എഫെസ്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സഭയെ സംബന്ധിച്ചുള്ള മർമ്മം. നിങ്ങൾ ധാന്യപ്രവാഹന പുസ്തകം മാസൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത് പഠിച്ച് കാണുമായിരിക്കും. 69 ആഴ്ച തൊട്ടോ 70 ആഴ്ച തൊട്ടോ ഒക്കെ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് പീരീഡ്. അത് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും പോലും മറഞ്ഞിരുന്നതാ. സ്വർഗത്തിലെ ദൂതഗണങ്ങൾക്കും പിശാചിനും എല്ലാം മറഞ്ഞിരുന്നതാണ്. അത് പ്രവാചകന്മാർ പോലും അത് അന്വേഷിച്ചു. അവർക്ക് പോലും വെളിപ്പെടുത്തിയില്ല. ദാനിയേല് പറഞ്ഞെന്ന് പറയുവാൻ പറഞ്ഞപ്പോൾ നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, അതിപ്പം നിനക്ക് അറിയാനുള്ളതല്ല. കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വന്നാൽ മതി. പൗലോസ് പറയുകയാണ് കൃപയാൽ എനിക്കൊരു മർമ്മം അറിയാൻ വന്നിരിക്കുന്നു. എഫെസ്യർ 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു മർമ്മം എന്താണ്? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇത് പറയുന്നത് കർത്താവിന്റെ 2-ാം വരവിൽ ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികൾ അവര് മരണത്തെ അനുഭവിക്കാതെ നേരിട്ട് രൂപാന്തരപ്പെടും. അത് സംബന്ധിച്ചാണ് പൗലോസ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ ആയുഷ്കാലത്ത് തന്നെ കർത്താവ് മടങ്ങി വരുമെന്നായിരുന്നു. നാം ഒന്നറിയുന്നു, ഇന്ന് അന്ത്യകാലത്തിന്റെ അന്ത്യത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇനി കർത്താവിന്റെ വരവ് അധികം താമസം ഉണ്ടാവില്ല. ഏത് നേരത്തും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിദ്ര കൊള്ളാതെ ഇവിടെയുള്ള വിശുദ്ധന്മാർ അവർക്ക് രൂപാന്തരം ഉണ്ടാകും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ ശവസംസ്കാരത്തിനൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്, വായിക്കുന്നതാണ്. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാട്ടെ. 16-17 വാക്യങ്ങൾ. തെസ്സലോനി 4:16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതെ സംബന്ധിച്ചാണ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ന്മാർ അവരെ സംബന്ധിച്ച് പൗലോസ് പറയുകയാണ് അവർ രൂപാന്തരം പ്രാപിച്ച് അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ. അന്ത്യകാഹളം എന്നത് ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ അടയാളമായി മുഴങ്ങുന്ന ശബ്ദമാണ്. ആ നിമിഷം വളരെ പെട്ടെന്നായിരിക്കും. ഒരു കണ്ണ് ചെമ്മുന്ന സമയം മാത്രം. അപ്പോൾ മരിച്ച വിശ്വാസികളും ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികളും ഒരുപോലെ രൂപാന്തരപ്പെടും. അവരുടെ ശരീരം പുതിയതും അക്ഷയമായതുമായ ഒരു രൂപം പ്രാപിക്കും. 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ പറയുന്നു കാഹളം ധ്വനിക്കും. അല്ലെ, കാഹളം ധ്വനിക്കും.
മരിച്ചവർ അക്ഷയരായി ഉയർക്കും. നാം രൂപാന്തരം, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. കാഹളധ്വനിക്കും. അന്ത്യകാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ച വിശ്വാസികൾ ക്ഷയമില്ലാത്ത, നാശമില്ലാത്ത, അക്ഷയമായ പുതിയ ശരീരങ്ങളോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അവരുടെ പഴയ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ളതായി മാറും. നാം രൂപാന്തരപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികൾ തൽക്ഷണം രൂപാന്തരപ്പെടും. അവരുടെ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള നിത്യമായ ഒരു രൂപം കൈവരിക്കും. ഇപ്പോൾ തന്നെ അത് ഹൃദയദൃഷ്ടിയിൽ ചിലരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട്. അവരോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഏത് നേരത്തും അത് സംഭവിക്കാം. അപ്പോൾ നാം ജീവനോടെ ശേഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ശരീരം അതുപോലെ പോകുകയല്ല, ഇതിനൊരു രൂപാന്തരം ഉണ്ടാകും. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ളതായിട്ട് മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അതപ്പം രൂപാന്തരപ്പെടണം. അക്ഷയമായത് പ്രാപിച്ചുകൊണ്ട്, അദ്രവത്വമായത് പ്രാപിച്ചുകൊണ്ട്, തേജസ്സുള്ളതിനെ പ്രാപിച്ചുകൊണ്ട്, ശക്തിയുള്ളതിനെ പ്രാപിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ട ശരീരമായി ഉയർക്കും. 23-ാം വാക്യത്തിൽ പറയുന്നു, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ നശിക്കുന്ന ഈ ശരീരം നാശമില്ലാത്തൊരവസ്ഥയെ ധരിക്കും. അത് അക്ഷയമായി മാറും. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ മരിക്കാൻ സാധ്യതയുള്ള ശരീരം മരണമില്ലാത്ത ഒരവസ്ഥയെ ധരിക്കും. അതായത് അത് അമർത്യമായി മാറും. ആ മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ശരീരത്തോട് അങ്ങ് മേലോട്ട് പോകുന്ന ആരും ചിന്തിക്കരുത്, ഇത് രൂപാന്തരം പ്രാപിക്കും. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിന് അനുയോജ്യമായ ഒരു ശരീരം നമുക്കുണ്ടാകും. 54-ാം വാക്യത്തിൽ പറയുന്നു, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ എപ്പോഴാണോ ആ രൂപാന്തരം പൂർണ്ണമാകുന്നത്, അതായത് നമ്മുടെ ശരീരം അക്ഷയവും അമർത്യവുമായി മാറുന്നത്, അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. എവിടെ എഴുതിയിരിക്കുന്നത്? എന്നെഴുതിയ വചനം നിവൃത്തിയാകും. പഴയ നിയമത്തിലെ പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ട് സംഭവിക്കുമെന്നാ പറയുന്നത്. വായിക്കാം. ഹോശേയ 13:14. ഹോശേയ 13:14. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ വാതുകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. നോക്കൂ, മറ്റൊരു പ്രവചനം യെശയ്യാ 25:8. യെശയ്യാ 25:8. അവിടെയും പറഞ്ഞിരിക്കുന്നത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള ആ പ്രവചനമാണ് അവിടെയും കാണുന്നത്. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് കണ്ണുനീർ തുടയ്ക്കും. തന്റെ ജനത്തിൽ നിന്ന് സകലത്തേക്കും മരണത്തെ നീക്കിക്കളയുമെന്ന്. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള ആ പഴയ നിയമ പ്രവചനത്തിന് നിവർത്തി വരും. എപ്പോഴാ? നമ്മൾ ഈ ദ്രവത്വമായത് മാറുക അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ നമ്മുടെ പുനരുദ്ധാനത്തിലൂടെ വിശ്വാസികൾ മരണത്തിന്മേൽ ജയം നേടും. ചുരുക്കത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ ഭൗതിക ശരീരം അത് ദൈവരാജ്യത്തിന് അനുരൂപമല്ല, അനുയോജ്യമല്ല. അതിന് രൂപാന്തരം സംഭവിക്കണം. രണ്ടാമത്, ക്രിസ്തുവിന്റെ 2ാം വരവിൽ മരിച്ച വിശ്വാസികൾ അക്ഷയമായ ശരീരങ്ങളോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ തൽക്ഷണം രൂപാന്തരപ്പെടും. മൂന്നാമത് പറഞ്ഞത്, ഈ രൂപാന്തരം വളരെ പെട്ടെന്ന് അന്ത്യകാഹളനാദത്തിങ്കൽ നുടിയിടയിൽ സംഭവിക്കും. കണ്ണിമയ്ക്കുന്ന നേരത്ത് പറയുക, നമ്മുടെ നശ്വരവും മർത്യമായ ശരീരം അക്ഷയവും അമർത്യമായ അവസ്ഥയെ ധരിക്കും. ഈ വിജയം മരണത്തിന്മേലുള്ള പൂർണ്ണ വിജയമായിരിക്കും. ഇത് തിരുവെഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിരിക്കും. വിശ്വാസികൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു വചനഭാഗമാണിത്.
നമ്മുടെ ഇപ്പോഴത്തെ ദുർബലമായ നശിക്കുന്നതുമായ ശരീരം ഒരു ദിവസം തേജസ്സുള്ളതും നിത്യവുമായ ഒരു രൂപത്തിലേക്ക് മാറ്റപ്പെടും. മരണത്തിന്റെ ശക്തിയെ ക്രിസ്തു ജയിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്ന നാമും ആ ജയത്തിൽ പങ്കാളികളാകും. ആമേൻ പറയുവാൻ കഴിയുമോ? ക്രിസ്തു മരണത്തെ ജയിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്ന നാമും ജയത്തിൽ പങ്കാളികളാകും. ആമേൻ പറയുവാൻ കഴിയുമോ? ആമേൻ. 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 ഭൗമ ശരീരങ്ങളുള്ളത് പോലെ സ്വർഗീയ ശരീരങ്ങളുണ്ട്. ഭൗമ ശരീരങ്ങളും സ്വർഗീയ ശരീരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ അനുയോജ്യമായ ഒരു ശരീരമാണ് ഇന്ന് നമുക്കുള്ളത്. ഇത് വളരെ ബലഹീനമായ ഒരു ശരീരമാണ്. നമുക്കറിയാം, പരിമിതികളുള്ള ഒരു ശരീരമാണ്. ഈ ശരീരമല്ല, ഒരു പുനരുദ്ധാന ശരീരം പ്രാപിച്ചുകൊണ്ട് നാം ഉയർക്കുകയുണ്ടാവും. അടുത്തായി പറയുന്നു മരണത്തിന്മേൽ ജയം. മുമ്പ് ഇടയ്ക്ക് നമ്മൾ വിട്ട വചനഭാഗമാണ് 45 മുതൽ 49 വരെയുള്ള വചനഭാഗവും 55 മുതൽ 58 വരെയുള്ള വചനഭാഗവും 45 മുതൽ 49 വരെയുള്ള വചനഭാഗം ഒന്ന് വായിച്ചാട്ട്. 45 ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു അല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. 55 മുതൽ 58 വരെയുള്ള ആ വചനഭാഗം കൂടെ അതിന്റെ കൂടെ വായിച്ചിട്ടുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നോക്കൂ, ഇവിടെ ആദ്യം നമ്മൾ വായിച്ച 45 മുതലുള്ള ആ വചനഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിച്ച് യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്തുകൊണ്ട് പുനരുദ്ധാന ശരീരത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണ്. 45-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഞാൻ ഈ വചനഭാഗം പലപ്പോഴും ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മെസ്സേജസ് ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഉദ്ധരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് കേട്ടിട്ടുള്ളവരുണ്ടാകാം. ഒന്നാം മനുഷ്യനായ ആദാം, ഒടുക്കത്തെ ആദാം. പിന്നെ പറയുന്നത്, പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ. ഇല്ലേ? 47-ാം വാക്യത്തിൽ പറയുന്നത് ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ. രണ്ടാമത്തെ ആദാം എന്ന് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുക, ഇവിടേക്ക് വരാം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിനെ 7-ാം വാക്യമാണെന്ന് തോന്നുന്നു ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആദ്യ മനുഷ്യനായ ആദാം, ദൈവത്തിന്റെ സൃഷ്ടിയായ ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ജീവനുള്ള ഒരു വ്യക്തിയായി, ഒരു ദേഹിയായി മാറി. അവന് ജീവനും വ്യക്തിത്വവും ഉണ്ടായിരുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇവിടെ ഒടുക്കത്തെ ആദാം എന്നത് യേശുക്രിസ്തുവിനെ കുറിക്കുന്നു. ഒന്നാം ആദാം മനുഷ്യവംശത്തിന്റെ ആരംഭമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പുതിയൊരു സൃഷ്ടിയുടെയും നിത്യജീവന്റെ ഉറവിടമാണ്. അവിടുന്ന് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അവിടുന്ന് ഒരു പുതിയ സൃഷ്ടിയുടെ ഒന്നാം മനുഷ്യവംശത്തിന്റെ ആരംഭമായിരുന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു പുതിയൊരു സൃഷ്ടിയുടെയും നിത്യജീവന്റെ ഉറവിടമാണ്. അവിടുന്ന് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അതായത് അവന് മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ കഴിയും.
യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലെ ചില വചനങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടേക്കൊന്നും പോയാൽ നമുക്ക് ഇതുവരെ 1-ാമത്തെ ലേഖനം തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതങ്ങ് പോകാം. അപ്പം ജീവിപ്പിക്കുവാൻ കഴിയും ഒടുക്കത്തെ ആദാമൻ. അത് ആത്മീയ ജീവനും പുനരുദ്ധാന ജീവനുമാണ്. ആദാം ലൗകിക ജീവനുള്ളവനായി വ്യക്തിയായി തീർന്നപ്പോൾ ക്രിസ്തു ആത്മീയവും നിത്യവുമായ ജീവൻ നൽകുകയാണ്. 46-ാം വാക്യത്തിൽ പറയുന്നു, ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ഇവിടെ പ്രാകൃതം എന്നത് ലൗകികവും ഭൗമികവും ജഡികവുമായതിനെ സൂചിപ്പിക്കുകയാണ്. ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ലൗകികവും ഭൗമികവും ജഡികവുമായതിനെ സൂചിപ്പിക്കുകയാണ്. ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ലൗകികവും ഭൗമികവുമായ ഒരു ശരീരത്തോടു കൂടിയാണ്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ആത്മീകം എന്നത് ആത്മാവിനാൽ നിയന്ത്രിതവും സ്വർഗീയവുമായതിനെ സൂചിപ്പിക്കുകയാണ്. ക്രിസ്തു ഒടുക്കത്തെ ആദാം. ആദ്യം വന്നത് ആത്മീയ ശരീരത്തോടു കൂടെയല്ല, ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തെ എന്ന് പറയുന്നത്. ക്രിസ്തു ആദ്യം വന്നത് റോമാലേഖനം 8-ന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാണ്. റോമർ 8-ന്റെ 3-ാം വാക്യം പെട്ടെന്ന് ബ്രേക്ക് കൊടുക്കരുത്. ഒടുക്കത്തെ ആദാം നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലെന്നല്ല പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. അപ്പോൾ നമുക്കുണ്ടായിരുന്നത് പോലെ ഒരു ശരീരത്തിന്റെ ഇതിൽ, അതായത് പാപം മൂലം വീഴ്ച വന്ന ആദാമിന്റെ ആ പാരമ്പര്യത്തിലല്ല, വീഴ്ച വരാത്ത ശരീരത്തിൽ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. അപ്പം ഒടുക്കത്തെ ആദാം ആദ്യം വന്നത് ഒരു ഭൗതിക ശരീരത്തോടു കൂടെയായിരുന്നു. അതാണ് ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് എന്ന് പറയുന്നത്. എന്നാൽ പിന്നത്തേതിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ, അല്ലെങ്കിൽ അതിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പുനരുദ്ധാനത്തിലും ആത്മീകം, അത് രണ്ടാമത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. പുനരുദ്ധാനത്തിൽ ആത്മീകമായത്, അക്ഷയമായത്, അദ്രവത്വമായത്, തേജസ്സുള്ളത് വെളിപ്പെട്ടു വരുന്നു. ലൗകികമായതിന് ശേഷമാണ് ആത്മീകമായത് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ഒന്നാം മനുഷ്യൻ 47-ാം വാക്യത്തിൽ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ആദാം ഭൂമിയിലെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ ഉത്ഭവം ഭൗമികമായിരുന്നു. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അവന്റെ ഉത്ഭവം സ്വർഗീയമാണ്. അവൻ ദൈവപുത്രനും നിത്യനുമാണ്. 48-ാം വാക്യത്തിൽ പറയുന്നത് മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരാകുന്നു. ആദാമിൽ നിന്ന് ജനിച്ചവരെല്ലാം അവനെ പോലെ ഭൗമിക സ്വഭാവമുള്ളവരാണ്. അവർ നശ്വരതയ്ക്കും പാപത്തിനും മരണത്തിനും അധീനരാണ്. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവനോട് ഐകമത്യപ്പെടുന്നതിലൂടെ സ്വർഗീയ സ്വഭാവം പങ്കുവയ്ക്കുന്നു. അവരൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അതല്ല പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവനോട് ഐകമത്യപ്പെടുന്നതിലൂടെ സ്വർഗീയ സ്വഭാവം പങ്കുവെക്കുകയാണ്. ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. നിത്യതയ്ക്കുള്ള ഒരു പ്രത്യാശ ലഭിക്കുകയാണ്. പുനരുദ്ധാനത്തിൽ അവർ ക്രിസ്തുവിന്റെ തേജസ് ധരിക്കും. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആദാമിന്റെ ആ ലൈനിൽ ഇങ്ങനെ നിന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ രണ്ടാം മനുഷ്യനിലേക്ക്, രണ്ടാം മനുഷ്യൻ ഒരു പുതിയ ലൈനാണ് കേട്ടോ, ആ ലൈനിലേക്ക് മാറിക്കഴിയുമ്പോൾ ഒന്ന് പാപത്തിന്റെയും മരണത്തിന്റെയും പാതയാണ്. മറ്റേതിലേക്ക് വരുമ്പോൾ റോമർ 8-ന്റെ 1-ാം വാക്യം, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ആദാമിലുള്ളവർക്ക്
ആദാമിലുള്ളവർക്ക് എല്ലാവർക്കും ശിക്ഷാവിധിയാണ്. ഒന്നാം മനുഷ്യനിൽ എല്ലാവരും പാപികളും മരണത്തിന് വിധിക്കപ്പെട്ടവരുമാണ്. ക്രിസ്തുയേശുവിലായി തീരുമ്പോൾ, രണ്ടാം മനുഷ്യന്റെ നിരയിലേക്ക് നാം ചേരുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന്റെ നിരയിലാവുമ്പോൾ ശിക്ഷാവിധിയില്ല. പുനരുദ്ധാനത്തിൽ അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ തേജസ് ധരിക്കും. അവരുടെ പ്രത്യാശയാണ് 49-ാം വാക്യം, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആ പ്രത്യാശ യോഹന്നാൻ പാടുമ്പോൾ ഇങ്ങനെ പാടുന്നുണ്ട്, യോഹന്നാൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ, സൗരങ്ങളെ കൂടെ പറയേണ്ടതല്ലേ ഇതൊക്കെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം, ഈ വാക്യം പറഞ്ഞു തരണോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ എടുത്താൽ മതി. കാൺമീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകുന്ന. ഒന്ന് വായിച്ച് ഒരാളൊന്ന് വായിച്ച് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായികൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുന്നു. ലോകം അവനെ വായിച്ചു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ. ആ മണ്ണുകൊണ്ടുള്ള അവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. പുനരുദ്ധാനത്തിൽ നാം സ്വർഗീയന്റെ പ്രതിമ, ക്രിസ്തുവിന്റെ പ്രതിമ ധരിക്കും. ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അവനെ പോലെ തേജസ്സുള്ള അക്ഷയമായ അമർത്യമായ ഒരു ശരീരം ലഭിക്കും. പറഞ്ഞു വരുന്നതിന്റെ സാരം, യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാമാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അവൻ ആത്മീയവും നിത്യമായ ജീവൻ നൽകുവാൻ കഴിയും. ലൗകികമായതിന് ശേഷമാണ് ആത്മീയമായി വരുന്നത്. ആദാം ഭൗമികനായിരുന്നു, ക്രിസ്തു സ്വർഗീയനാണ്. ആദാമിൽ നിന്ന് ജനിച്ചവൻ ഭൗമിക സ്വഭാവം പങ്കുവെക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗീയ സ്വഭാവം ലഭിക്കും. നാം ഇപ്പോൾ ആദാമിന്റെ പ്രതിമ ധരിച്ചിരിക്കുന്നു. എന്നാൽ പുനരുദ്ധാനത്തിൽ നാം ക്രിസ്തുവിന്റെ പ്രതിമ ധരിക്കും. തേജസ്സുള്ളതും അക്ഷയമായതുമായ ശരീരം പ്രാപിക്കും. നമുക്ക് ലഭിക്കുന്ന ഭാവിയിലുള്ള തേജസ്സുള്ള പുനരുദ്ധാനത്തെ വളരെ വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഇത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പിന്നെയും പറയുവാനുണ്ടെങ്കിലും ഞാൻ ആ പുസ്തകത്തിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് മേടിച്ചിട്ടുള്ളവർക്ക് അത് ലഭിക്കും. ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഞാൻ ഈ വചനഭാഗം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് 16-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 16-ാം അധ്യായത്തിലേക്ക്. 16-ാം അധ്യായത്തിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലും, നൗ കൺസേണിംഗ് ദ കളക്ഷൻ ഫോർ ദ സെയിൻസ്, 16-ന്റെ 1-ാം വാക്യം, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ കൊരിന്ത്യ വിശ്വാസികളുടെ മറ്റൊരു സംശയത്തിന് പൗലോസ് മറുപടി നൽകുകയാണ്. കൊരിന്ത്യ വിശുദ്ധന്മാരുടെ മറ്റൊരു സംശയത്തിന് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 8-ന്റെ 1-ാം വാക്യത്തിലും 12-ന്റെ 1-ാം വാക്യത്തിലും ഒക്കെ അവരുടെ സംശയങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞതിന് ശേഷം അതിന് ഉത്തരം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. സമയം ഇത് തുടങ്ങണോ വേണ്ട എന്ന് ആലോചിക്കുന്നത്. 2 മിനിറ്റൂടെ ഉള്ളൂ 8 മണിയാകാൻ. ഓക്കെ, കുറച്ചു ഭാഗം ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തലർ പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ, അപ്പോസ്തലർ പ്രവൃത്തി 11-ന്റെ 27 മുതൽ 30 വരെയുള്ള വചനഭാഗം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ള ഒരുവൻ എഴുന്നേറ്റു ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. നോക്കൂ, ഈ അഗബോസിനെ പറ്റി മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്. 21-ാം അധ്യായത്തില്, അപ്പോസ്തലർ പ്രവൃത്തി 21-ന്റെ 10-11 വാക്യങ്ങളിൽ
പൗലോസ് അവർ യെരൂശലേമിൽ വെച്ച് ഞങ്ങളുടെ അടുക്കൽ ഞാൻ പറഞ്ഞോളാം. പൗലോസ് യെരൂശലേമിൽ വെച്ച് തടവിലാകുമെന്നും മറ്റും പ്രവചിച്ച ഒരു പ്രവാചകനാണ്. ഇവിടെ യെരൂശലേമിൽ നിന്നും പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവിടെ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റിട്ട് ലോകത്തിലൊക്കെ ഒരു മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലോഡിയസ് സീസർ അഥവാ ക്ലൗദിയോസ് കൈസറിന്റെ കാലത്ത് സംഭവിച്ചു. അത് ചരിത്രമാണ്. AD 41-54 കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് സീസർ 41 മുതൽ 54 വരെയുള്ള കാലഘട്ടത്തിൽ സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ ഈ മഹാക്ഷാമത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. അഗബോസ് പ്രവചിച്ച മഹാക്ഷാമം വന്നപ്പോൾ യെരൂശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. യെരൂശലേമിലെ സഭയ്ക്ക് വളരെ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇബ്രായർക്ക് എഴുതിയ ലേഖനവും മറ്റും വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്, 10-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. യഹൂദ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഹീബ്രു ക്രിസ്ത്യൻസിന് അവർക്ക് സമ്പത്തുകളുടെ അപഹാരമുണ്ടായി. വളരെ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഈ ക്ഷാമകാലത്ത് അവരെ സഹായിക്കേണ്ടത് മറ്റു ദേശങ്ങളിലുള്ള വിശുദ്ധന്മാരുടെ ഒരു ഉത്തരവാദിത്തമായി തീർന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസിനെയും ബർന്നബാസിനെയും അയക്കുമ്പോൾ സഭയുടെ പില്ലേഴ്സായി കരുതപ്പെട്ടിരുന്ന യാക്കോബും പത്രോസും നൽകുന്ന നിർദ്ദേശം ദരിദ്രരെ ഓർത്തുകൊള്ളണം. ഗലാത്യർ 2-9-10 എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിൽ അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ജാതികളുടെ ഇടയിലേക്ക് പൗലോസിനെയും ബർന്നബാസിനെയും അയക്കുമ്പോൾ തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, കേഫാവ് അഥവാ പത്രോസ്, യോഹന്നാൻ എന്നിവർ പൗലോസിനും ബർന്നബാസിനും കൊടുത്ത നിർദ്ദേശം ദരിദ്രരെ ഓർത്തുകൊള്ളണം. പൗലോസ് തന്റെ റോമാലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഒക്കെ കാണുന്നുണ്ട്. പൗലോസ് ഈ കാര്യത്തിൽ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. യെരൂശലേമിലെ വിശുദ്ധന്മാരെ കുറിച്ച് വളരെ കൺസേൺ ഉണ്ടായിരുന്നു. അവരെ സഹായിപ്പാൻ പൗലോസ് വളരെ ഉത്സാഹിക്കുകയും ചിലരെ അതിനായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തീത്തോസിനെയും മറ്റും കളക്ഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബർന്നബാസും ശൗലും അതായത് പൗലോസും അന്ത്യോക്യയിൽ നിന്ന് യെരൂശലേമിലേക്ക് ധർമ്മശേഖരം കൊണ്ടുപോയിരുന്നുവെന്ന് പ്രവൃത്തികൾ 11-29-30 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അന്ത്യോക്യയിൽ നിന്നും ധർമ്മശേഖരം കൊണ്ടുപോയിരുന്നു, സിറിയയിലെ അന്ത്യോക്യ. ഇത് അവരുടെ 1-ാമത്തെ മിഷണറി യാത്രയിൽ, ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്ത പ്രവൃത്തിയാണ്. പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ ഒരു പ്രധാന ശുശ്രൂഷ യെരൂശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ധർമ്മശേഖരം കൊണ്ടുപോകുന്നതായിരുന്നു. റോമാലേഖനത്തിൽ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങളൊന്ന് വായിച്ചാണ്. റോമർ 15-ന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ.
റോമർ 15-ന്റെ ഇപ്പോഴും ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോന്യയിലും അഖായയിലുമുള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അതവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ അത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. ഞാൻ നിങ്ങളുടെ അടുക്കൽ മതി. പൗലോസ് റോമാലേഖനം എഴുതുന്നത് എവിടെ നിന്നാണ് റോമാലേഖനം എഴുതുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, കൊരിന്തിൽ നിന്നാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്. എഫേസോസ് എഫെസോസിൽ നിന്ന് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി, റോമർക്ക് ലേഖനം എഴുതുന്നു. കൊരിന്തിലെ മ്ലേച്ഛതകൾ കണ്ടിട്ടാണ് പൗലോസ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ 18 മുതൽ താഴോട്ട് വരുന്നുണ്ടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ റോമിൽ താൻ കണ്ട കാഴ്ചകളാണെന്നാണ് വേദപഠിതാക്കൾ കൊരിന്തിൽ താൻ കണ്ട കാഴ്ചകളാണെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. അപ്പോൾ കൊരിന്തിൽ നിന്നാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്. അപ്പോൾ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. ഞാൻ കൊരിന്തിൽ നിന്ന് യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയയിലും അക്കായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. മക്കദോനിയയിൽ എന്ന് പറയാം ഫിലിപ്പിയ സഭയാണല്ലോ മക്കദോനിയയിലെ പ്രധാനപ്പെട്ട സഭ ഫിലിപ്പിയ. പിന്നെ തെസ്സലോനിക്ക, ബെറോവ, ഇതൊക്കെയുണ്ട്. ഫിലിപ്പിയരെ പറ്റി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിച്ചാൽ നമുക്ക് അവിടെ കാണാം. ഫിലിപ്പിയരെ വളരെ സഹായം ചെയ്തിരുന്നവരാണ്. അപ്പോൾ മക്കദോനിയയിലുള്ളവർക്കും അക്കായലാണ് കൊരിന്ത് സഭ. കൊരിന്ത്, കെങ്ക്രയ, അഥേന ഒക്കെ അക്കായയിലുള്ള പട്ടണങ്ങളാണ്. അപ്പോൾ മക്കദോനിയയിലും അഥവാ മാസിഡോണിയയിലും അക്കായയിലും ഉള്ളവർക്ക് യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് ചില സഹായം ചെയ്യുവാൻ ഇഷ്ടം തോന്നി, ധർമ്മോപകാരം ചെയ്യുവാൻ ഇഷ്ടം തോന്നി. അദ്ദേഹം പറയുകയാണ്, അത് അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അവർക്ക് കടമാകുന്നു. ജാതികൾ അവരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഭൗതിക നന്മകളിൽ, ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവനുവദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിവരണം നമുക്ക് എടുത്തുകൊണ്ട് 1-ാമത്തെ ലേഖനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിനിഷ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സിസ്റ്റർ ബിന്ദു പ്രാർത്ഥിച്ചാണ്. നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, അതിപ്പോൾ ഓർപ്പിക്കുകയാണ്. നമ്മുടെ പല സഹോദരന്മാരുടെയും സഭകളിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം പരസ്യയോഗങ്ങളും മറ്റും നടത്തുന്നത് കൊണ്ട് പലരും എൻഗേജ്ഡ് ആണ്. ഞങ്ങളും മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നു. ഇത്തവണ ചില സാഹചര്യങ്ങളെല്ലാം നടക്കുന്നില്ല, എങ്കിലും പരസ്യയോഗങ്ങളും മറ്റുമായിട്ട് പലരും നടന്നു. കാലത്ത് നമുക്ക് എല്ലാ ദിവസങ്ങളിലും അതിനൊന്നും അവസരം കിട്ടത്തില്ല. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞും അല്ലെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ലോകം ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന അവസരം തക്കയോഗ്യമായി വിനിയോഗിക്കുവാൻ ചിലർ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുകയല്ല, തിങ്കളാഴ്ച മുതൽ ക്ലാസ് ഉണ്ടായിരിക്കും. സാറിന് കുറവുണ്ട്. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് സ്കാനിങ് ഒക്കെ ചെയ്തു ഡോക്ടർ പരിശോധിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓക്കെ.